ഹായ് ഫ്രണ്ട്സ്, പച്ചമാങ്ങയും കൊണ്ട് ഒരു കിടിലൻ സംഭാരവും ജ്യൂസുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. കൂടാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പച്ചമാങ്ങയുടെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ പൂളി എടുക്കണം. ഇന്ന് ജ്യൂസും സംഭാരത്തിനും വേണ്ടി ഞാൻ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പുളിയുള്ള മാങ്ങ വെച്ചുണ്ടാക്കിയാലേ അതിനൊരു രുചി ഉണ്ടാകത്തുള്ളൂ. നമ്മളങ്ങനെ അത് ക്രഷ് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മിക്സിക്കകത്ത് അടിക്കേണ്ടതാണ്. അങ്ങനെ പാത്രത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പീസാക്കിയ മാങ്ങയുടെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു 2-3 ചെറുള്ളി എടുക്കണം. പിന്നെ ഞാൻ ഒരു 2 തുളസിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ജാറിനകത്തിട്ട് മിക്സ് ചെയ്ത് അടിക്കേണ്ടത്. ജാറിനകത്തോട്ട് നമ്മൾ മാങ്ങ ഇടുന്നു. മാങ്ങ ഇട്ടതിന് ശേഷം ഒരു 2-3 പിടി മാങ്ങ ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ ജ്യൂസിന് വേണ്ടി എടുക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ ശേഷം 3 അല്ലി വെളുത്തുള്ളി ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ചി കഷ്ണം ഇടുക. ഇഞ്ചി നമ്മൾ ചെറിയൊരു പീസാക്കിയതിന് ശേഷം വേണം ഇടാൻ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പച്ചമുളകോ അല്ലെ അതിൻ്റെ പകുതിയോ ചേർത്താൽ മതി. ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് വേണം ഇത് ചേർക്കാൻ. ഞാൻ ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ കരിവേപ്പിലയും ഇട്ടു. പിന്നെ ഒരു തുളസി ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. മാങ്ങയുടെ പുളി എത്രത്തോളം ഉണ്ട് അതനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാൻ. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, അവസാനം ചേർക്കുന്നുള്ളൂ. നല്ല തണുത്ത വെള്ളം കൂടെ കുറച്ച് ഒഴിക്കുക. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ആവശ്യാനുസരണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മിക്സിക്കകത്തോട്ടിട്ട് ഇതൊന്ന് കൃഷി ചെയ്യുകയാണ്. ഒത്തിരി അരിഞ്ഞു പോകല്, ഒരു മീഡിയം പരുവത്തിൽ ആദ്യം അരിക്കുക. ഇപ്പോൾ ഇത് വെള്ളം കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷമാണ് ഇനി ഒന്നുകൂടെ കൃഷി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കൃഷി പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തണുത്ത ഐസ് ക്യൂബ് ഇടണം. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു പച്ചമാങ്ങയുടെ ജ്യൂസ് നമ്മൾ അരിച്ചെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കണം. ചെറിയ ഒരു പെഷടൊക്കെ കാണും. അതെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഗ്ലാസ്സിനകത്തോട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇടുക. ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ജ്യൂസ് ഇതിനകത്തോട്ട് ഒഴിക്കുക. നല്ല തണുത്ത നല്ല കൂളിംഗ് സാധനമാണ്. ഇത് കുടിച്ച് കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടും. ഇപ്പോൾ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ഒരു ചെറിയ ഒരു മാങ്ങയുടെ പീസ് നമ്മൾ ഗ്ലാസ്സിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ പച്ചമാങ്ങയും കൊണ്ട് മധുരമുള്ള ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് പച്ചമാങ്ങ അരിഞ്ഞതിടുക. എന്നിട്ട് കുറച്ച് ഉപ്പിടുക. നമുക്ക് ആവശ്യാനുസരണമുള്ള പഞ്ചസാരയുടെ ആഡ് ചെയ്ത് കൊടുക്കുക. 2-3 സ്പൂൺ ഇട്ടാൽ മതിയാവും. അതിനുശേഷം നല്ല തണുത്ത വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിക്കണം. ഇവിടെയും നമ്മൾ ആവശ്യത്തിന് ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ മിക്സിക്കകത്ത് അടിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്നിട്ട് നമ്മുടെ മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു സ്ഥലത്തെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.